എം ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള തുഞ്ചൻ ട്രസ്റ്റിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ഡോക്ടർ കെ ശ്രീകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതിലൊരു തമാശ പറയാറുള്ളത്, പണ്ട് എം ടിയുടെ വീട്ടിൽ ഞങ്ങളൊക്കെ ഒരു 10-15 വർഷം മുമ്പ് പോകുന്ന സമയത്ത് അപൂർവ മാധ്യമപ്രവർത്തകരാണ് എം ടിയുടെ വീട്ടിൽ പ്രവേശിച്ച് കുറച്ച് നേരം സംസാരിക്കാറുള്ളത്. അതിലൊരാളാണ് കെ ശ്രീകുമാർ, തുഞ്ചൻ പറമ്പ് കോർഡിനേറ്റർ കൂടിയായ ശ്രീകുമാർ ചേരുകയാണ്. ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം എം ടിയുടെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ തുഞ്ചൻ പറമ്പിൻ്റെ കാര്യങ്ങളിൽ. മാതൃഭൂമിയിലെ കാലത്തുള്ള അടുപ്പം നമ്മളൊക്കെ പണ്ട് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന സമയത്ത് എം ടി ചുരുക്കം പേരോടാണ് അടുപ്പം സൂക്ഷിക്കാറുള്ളത്. എം ടി വ്യക്തിബന്ധങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ഒരു 35 കൊല്ലത്തെ പരിചയം സാറുമായിട്ട് എനിക്കുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ മുമ്പിൽ എത്രയോ തവണ കയറി ഇറങ്ങി വീടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇല്ല എന്നറിയുമ്പോൾ ഒരു വലിയ ശൂന്യതയാണ് മനസ്സിലുള്ളത്. എങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ട് എം ടിയുടെ ഒരു ജീവചരിത്ര രചനയുടെ ഭാഗമായി എം ടി എന്ന് മാത്രം ആലോചിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു. ആ പുസ്തകം ഉടനെ പുറത്തിറങ്ങും. ഏതാണ്ട് എഴുതി തീരാറായ പുസ്തകമാണ്. അദ്ദേഹം 2 വർഷത്തോളം എന്നോട് അതേക്കുറിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം വിശദമായി സംസാരിക്കുകയൊക്കെ ചെയ്ത ജീവിതാനുഭവങ്ങളുടെ ഒരു പുസ്തകമാണത്. ആ പുസ്തകം പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് പ്രകാശനം ചെയ്യുക എന്നുള്ളത് ഒരുപാട് സ്വപ്നം കണ്ടതാണ്. ഇപ്പോൾ ഏതായാലും പുസ്തകം പൂർത്തിയാവുന്നു, പക്ഷേ അതിന് അദ്ദേഹം കൂടെയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടെയുണ്ട് എന്നുള്ളൊരു പുസ്തകം എഴുതാൻ ഒരുപക്ഷെ ശ്രീകുമാർ ഏറ്റവും കൂടുതൽ ശക്തി തന്നത് എം ടി തന്നെയായിരുന്നു. തുഞ്ചൻ പറമ്പിലും ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാൻ ഈ എം ടി തുഞ്ചൻ പറമ്പിന് നൽകിയൊരു പ്രാധാന്യമുണ്ട്. എം ടിക്ക് കിട്ടുന്നതെല്ലാം തുഞ്ചൻ പറമ്പിന് നൽകുമായിരുന്നു. അതിനെക്കുറിച്ച് ഒരുപക്ഷെ ആധികാരികമായി പറയാൻ ശ്രീകുമാറിന് പറ്റും. എം ടി ജീവിതം തന്നെ തുഞ്ചൻ പറമ്പിൻ്റെ അതിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ്. മുമ്പ് ആടുമയിലൊട്ടകവും കിലുക്കിക്കുത്തുമായി ഉത്സവം നടന്നിരുന്ന ഒരു തുഞ്ചൻ പറമ്പിനെ ലോകമറിയുന്ന ഒരു സാഹിത്യ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ ഒരു സാരഥ്യം തന്നെയാണ്. ഏത് കാലവും തുഞ്ചൻ പറമ്പിന് അപ്പുറത്ത് അതിന് ശേഷമേ മറ്റൊന്ന് എം ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം വീടിനെ പോലെ തുഞ്ചൻ പറമ്പിനെ സ്നേഹിച്ചിരുന്ന തുഞ്ചൻ പറമ്പിന് പോലും ആ സാരഥിയെ ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. അദ്ദേഹം നൽകിയ ഒരു വലിയ സംഭാവന ഏത് സമയത്തും തുഞ്ചൻ പറമ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞില്ലായിരുന്നു. എം ടി ഏറ്റവും കംഫർട്ടബിളായി കണ്ടത് തുഞ്ചൻ പറമ്പിലെ എം ടിയുടെ മുറിയിലാണ്. വളരെ ഹാപ്പി ആയിട്ട് തുഞ്ചൻ പറമ്പിലാണ് എം ടിയെ കാണാറുള്ളത്. ഏറ്റവും കൂടുതൽ ആ ഒരു കോട്ടേജ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും സങ്കടം. കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് വരാൻ സാധിച്ചില്ല. ഒരു അബോധമായ ഒരു ലോകത്തായിരുന്നു അദ്ദേഹം. അപ്പോൾ നമ്മളൊക്കെ തുഞ്ചൻ പറമ്പിൽ ചെല്ലുമ്പോൾ അദ്ദേഹം മുന്നിൽ കാണാത്ത ആ കോട്ടേജ് കാണുമ്പോൾ വല്ലാത്തൊരു നിരാശയും നഷ്ടബോധവും മനസ്സിലുണ്ടായിരുന്നു. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് അവിടെ വരാൻ സാധിക്കില്ല എന്നറിയുമ്പോൾ തോന്നുന്ന ഒരു ശൂന്യത, അത് വാക്കുകളോട് പറഞ്ഞറിയിക്കാൻ എനിക്ക് സാധിക്കില്ല. താങ്ക് യു. ശ്രീമാനം ചെറുതം വളരെ വികാരപരമാണ് വിജയകുമാർ ഈ ഒരു അവസ്ഥ. കാരണം എം ടിയുടെ ജീവചരിത്ര രചനയിൽ കഴിഞ്ഞ 2 വർഷമായി അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ഡോക്ടർ കെ ശ്രീകുമാർ. എം ടി ഇതുപോലെയായിരുന്നു വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അപൂർവം ചില ആൾക്കാരുമായി മാത്രമാണ് അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നത്.